ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ജൂനിയർ ഇൻസ്പെക്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൊവിഷണൽ ആൻസർ കീ കേരള PSC പുറത്തുവിട്ടിട്ടുണ്ട്. കൂടെ നോക്കൂ, 120/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ, കാറ്റഗറി നമ്പർ 640/2023. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ചൂസ് ദ ഇൻകറക്റ്റ് ആൻസർ ആയിരുന്നു ചോദിച്ചിരുന്നത്. ദ ഫോളോവിങ് are the common points between cooperative society and capitalistic concern. അല്ലേ, ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വന്നിട്ടുള്ളത്. ഡി എന്താണ്? ഫോർ ഓൺലി. ഓക്കെ, നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ വന്നിട്ടുള്ളത്. 2, ചൂസ് ദി ഇൻകറക്റ്റ് ആൻസർ. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്. ഫോർ ഓൺലി. ഫോർ എന്താണ്? നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഫോർ ഓൾ ഓഫ് ദി എബോ. ഓക്കെ, കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം എയിംസ് അറ്റ് ദി വെൽഫെയർ ഓഫ് ദി കമ്മ്യൂണിറ്റി. അതുപോലെ ബോത്ത് ലേ എംഫസിസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ബോത്ത് ട്രൈ ഫോർ എലിമിനേറ്റിംഗ് ആൻഡ് ഈവിൽ എഫക്ട്സ് ഓഫ് കോമ്പറ്റീഷൻ. ഓക്കെ, ഓൾ ഓഫ് ദി എബോ ആണ് വരുന്നത്. നാലാമത്തെ ചോദ്യം. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ആൻസർ റിഗാർഡിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ട്രേഡർ ബിസിനസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1ഉം 3ഉമാണ്. ഓക്കെ, 1, ദ മെയിൻ എയിം ഓഫ് സോൾ ട്രേഡർ ബിസിനസ് ഈസ് ടു മേക്ക് പ്രോഫിറ്റ് വെയർ അസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ടു റെൻഡർ സർവീസ് ടു മെമ്പേഴ്സ്. 3 എന്താണ്? സോൾ ട്രേഡേഴ്സ് കനോട്ട് റൈസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർ whereas cooperative societies capital is raised by issuing share. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഗിവൺ ബിലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, ദ മെമ്പർഷിപ്പ് പാറ്റേൺ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ 25% ഡ്രോൺ ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ്. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ റൈസ് ഫണ്ട്സ് ഫ്രം മെമ്പേഴ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രോഫിറ്റ് ആർ ഷെയർഡ് ഈക്വലി എമംഗ് മെമ്പേഴ്സ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. ആറാമത്തെ ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. റോക്ക്ഡേൽ പ്രിൻസിപ്പിൾ ഫസ്റ്റ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4 ആണ്. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ക്യാഷ് ട്രേഡിംഗ്. ഓക്കെ, അടുത്ത് നോക്കാം. ഏഴാമത്തെ ചോദ്യം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. വൈ റോക്ക്ഡേറ്റ് ഈസ് കാൾഡ് പയനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ആൻസറായി വന്നിട്ടുള്ളത്. 1, 2, 3. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഓർഗനൈസിങ് ദി ഫസ്റ്റ് പെർമനൻറ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സ്റ്റോർ. അതുപോലെ ദേ സക്സീഡഡ് ഇൻ ഗിവിംഗ് എ ഡെഫിനിറ്റ് ഷേപ്പ് ടു ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ദെയർ ഇൻ വേർ ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സണാലിറ്റീസ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത് നോക്കിയേ, എട്ടാമത്തെ ചോദ്യം. ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ. അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം. ദ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഓഫ് ICA സെക്കൻഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 ആണ്. റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഡലറേറ്റഡ് ഗുഡ്സ്, ക്യാഷ് ട്രേഡിംഗ്. ഓക്കെ, അടുത്ത് നോക്കിയേ, പത്താമത്തെ ചോദ്യം. ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ICA 1995 ഇൻക്ലൂഡ്സ് ദ ഫോളോവിങ്. ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എല്ലാം വരും. മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ആൻറ്റോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. 11 നോക്കിക്കേ. വിച്ച് ആർ ദ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ കേരള. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3. ഓക്കെ, മാർക്ക് ഫെഡ്, കേര ഫെഡ്, അതുപോലെ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്. അടുത്ത് നോക്കിക്കേ, 12ാമത്തെ ചോദ്യം. വിച്ച് സൊസൈറ്റി ഈസ് ഓർഗനൈസ്ഡ് മെയിൻലി ഫോർ പ്രൊവൈഡിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു അൺസ്കിൽഡ് വർക്കേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഓപ്ഷൻ സി ആണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആണ്. 13, ദ ഒബ്ജക്റ്റീവ് ഓഫ് റൈഡ്കോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3, 4. ടു സപ്ലൈ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റേഷൻ ടു അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് റീസണബിൾ പ്രൈസ് അറ്റ് റീസണബിൾ പ്രൈസ്. ടു ഓർഗനൈസ് റിപ്പയർ ആൻഡ് സർവീസ് സെൻറ്റേഴ്സ്. ടു സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ സ്പെയർ പാർട്സ് ആൻഡ് ഇൻപുട്ട്. ടു ഓർഗനൈസ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്. അവിടെ നോക്കിയേ, 14ാമത്തെ ചോദ്യം എന്താണ്? ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആൻസർ. വിച്ച് ആർ ദ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 2, 3. ഷെയർ ക്യാപിറ്റൽ, എൻട്രൻസ് ഫീ, റിസർവ് ഫണ്ട്.
15ാമത്തെ ചോദ്യം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വിച്ച് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3, 4 ടു പ്രൊവൈഡ് ലോൺസ് അഫിലിയേറ്റഡ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, അതുപോലെ ടു അറേഞ്ച് ദ സൂപ്പർവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്, ടു മെയിൻറ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, ടു ഓപ്പൺ ബ്രാഞ്ചസ് ഓഫ് ദി ബാങ്ക്. 16ാമത്തെ ചോദ്യം നോക്കിക്കേ. അപ്രോപ്രിയേറ്റ് ആൻസർ ദ ഫോളോവിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് PCARDB. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോവ് വരുന്നത്. ടു പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ടു ലെൻഡ് സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് മെഷീനറി, ടു പ്രൊവൈഡ് ലോൺസ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം നോക്കൂ. അപ്രോപ്രിയേറ്റ് ആൻസർ ഏതാ? ഫോളോവിങ് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് നാഫെഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി തന്നെയാണ് ഓൾ ഓഫ് ദി എബോവ് വരുന്നത്. ടു ഓർഗനൈസ്, പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ മെഷീനറി, ഇന്റർ ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ട്രേഡ്, ടു അണ്ടർടേക്ക് മാർക്കറ്റിംഗ് റിസർച്ച്. ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. 18 ചോദിച്ചിരിക്കുന്നത് ദ പവർ ഓഫ് NCDC ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 19ാമത്തെ ചോദ്യം വിച്ച് വൺ ഈസ് ദ അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദി കൺട്രി ഫോർ സപ്പോർട്ടിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ്. നബാർഡ് ആണ് വരുന്നത്. ഓക്കെ, 20ാമത്തെ ചോദ്യം ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ദ സർവീസ് ഓഫേർഡ് ബൈ NCHF ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, ഗൈഡിങ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദി മാറ്റർ ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹൗസിംഗ് ഫെഡറേഷൻ, അതുപോലെ പ്രൊവൈഡിങ് എ കോമൺ ഫോറം ടു മെമ്പേഴ്സ് ഫെഡറേഷൻ ടു എക്സാമിൻ പ്രോബ്ലം ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. 3ാമത്തെ അസിസ്റ്റിംഗ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓൺ ജനറൽ ഇൻഷുറൻസ്. 4ാമത്തെ അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ഇൻ ഓർഗനൈസിംഗ് കോഴ്സസ് ആസ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, 21ാമത്തെ ചോദ്യം നോക്കിയാൽ വിച്ച് വൺ ഈസ് അവർ കൺട്രീസ് ലീഡിംഗ് ഫെർട്ടിലൈസർ പ്രൊഡ്യൂസർ ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ. ഏതാണ്? ഇഫ്കോയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം 22 വിച്ച് വൺ ഈസ് ദ നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ സി ആണ്. നാഫെഡ് ആണ് വരുന്നത്. ഓക്കെ, 23 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ എബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഓൺലി ആട്ടോ. 1 ഓൺലി. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം എന്താണ്? ദ മാക്സിമം ഓഡിറ്റ് ഫീ പേബിൾ ബൈ ജനറൽ കാറ്റഗറി സൊസൈറ്റി വിൽ നോട്ട് എക്സീഡ് ₹1 lakh. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അവിടെ നോക്കണേ. 25 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ്. 1, 2, 3. ഫാമിംഗ് സൊസൈറ്റി വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഷാൾ ആൻഡ് ഗ്രാൻസ് ലോൺസ് ഷാൾ പേ ഓഡിറ്റ് ഫീ. അതുപോലെ 2ാമത്തെ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നീഡ് പേ ഓൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. 3ാമത്തെ അപ്പെക്സ് SC/ST സൊസൈറ്റീസ് നീഡ്സ് ടു പേ ഓൺലി ഹാഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ പേയബിൾ. 26ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേംസ് അപ്പോയിൻറ്റഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഷാൾ കംപ്ലീറ്റ് ഓഡിറ്റ് വിത്തിൻ എ പീരിയഡ് ഓഫ് 4 months and within a period of 3 months from the date of receipt and audit report. The director of cooperative audit shall issue audit certificate to the concerned society. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. 27ാമത്തെ ചോദ്യം when the auditor concludes that the financial statement give true and fair view of state of affairs of the business, then he will issue ഓപ്ഷൻ ബി അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 28 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 3ഉമാണ്. ഇൻറ്റേർണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, അതുപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. 29ാമത്തെ ചോദ്യം എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ കാൾ ഫോർ എ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരീഡ് ഓഫ് 6 months. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഫ്രം ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഇയർ ആൻഡ് മാക്സിമം പീരീഡ് ഓഫ് ഹോൾഡിംഗ് ജനറൽ മീറ്റിംഗ് മേ ബി എക്സ്റ്റെൻഡഡ് ബൈ ദി രജിസ്ട്രാർ ഫോർ മാക്സിമം പീരീഡ് ഓഫ് 3 months.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 30ാമത്തെ ചോദ്യം. അഡ്ഹോക് കമ്മിറ്റി വിൽ ബി ഇൻ പവർ ഫോർ എ പീരിയഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. 31. ആസ് പെർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തേർഡ് അമെൻമെൻറ്റ് ബിൽ 2022 ദ ടോട്ടൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദി ഫെഡറൽ സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ് 25% ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത് 25. 32 നോക്കൂ. ദ മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ സീക്കിംഗ് മെമ്പർഷിപ്പ് ഇൻ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മാക്സിമം ഏജ് ആണ് ഓപ്ഷൻ ഡി 45 ആണ് ചോദിച്ചിരിക്കുന്നത്. 43. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഫയൽ റിട്ടേൺസ് വിത്തിൻ 6 months ഓഫ് ദി ക്ലോഷർ ഓഫ് എവരി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദി രജിസ്ട്രാർ. ഓപ്ഷൻ സി 6 ആണ് കേട്ടോ, 6 months ആണ്. 34ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 64 ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ഇൻക്വയറി ആൻഡ് സെക്ഷൻ 65 ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീൽസ് വിത്ത് ഇൻസ്പെക്ഷൻ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 35ാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി for appeal against the order passed by liquidator under section 73 of Cooperative Societies Act 1969. ഓപ്ഷൻ സി രജിസ്ട്രാർ ആണ് വരുന്നത്. 36. സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഡീൽസ് വിത്ത് റിവിഷൻ ബിഫോർ ദി കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ഓപ്ഷൻ ബി 84 ആണ്, സെക്ഷൻ 84 ആണ്. 37ാമത്തെ ചോദ്യം. ഇഫ് ദ സെയിൽ ഓഫീസർ കണ്ടക്ട്സ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് നോട്ടീസ് ഡാഷ് ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഫോർ അപ്പീൽ. സിവിൽ കോർട്ടാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. 38ാമത്തെ ചോദ്യം. ഇഫ് എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സ്പെൽഡ് വിത്ത് മെമ്പർഷിപ്പ് ഹു ഈസ് ദ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ഓഫ് അപ്പീൽ. ഓപ്ഷൻ ബി ആണ്, ട്രിബ്യൂണൽ ആണ് വരുന്നത്. ഓക്കെ. 39. സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. സെക്ഷൻ 78 ഓപ്ഷൻ സി ആണ് വരുന്നത്. 40ാമത് നോക്കിക്കേ. ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എവരി സൊസൈറ്റി ഷാൾ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. 25%. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 41ാമത്തെ ചോദ്യം. സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. 42ാമത്തെ ചോദ്യം. സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ഡീൽ വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഓപ്ഷൻ ഡി 48 ആണ്, സെക്ഷൻ 48 ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 43. ഡാഷ് ഈസ് ദ ബേസിസ് ഓഫ് വിച്ച് അഫിലിയേറ്റ്സ് ഫീ പേയബിൾ by society to state cooperative union is calculated. ഓപ്ഷൻ സി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ് വരുന്നത്. 44ാമത്തെ. ദ മാക്സിമം amount of share capital that can be raised by the cooperative society by issuing share is called ഓപ്ഷൻ എ നോമിനൽ ക്യാപിറ്റൽ ആണ്. 45. അറേഞ്ച് ദ ഫോളോവിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആണ്. 2, 1, 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. എന്നല്ല പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടുത്തെ ഡേറ്റ് അല്ലേ, ഇയർ നോക്കിയാൽ മതി. 90-01, അതുപോലെ 90-28, 90-37. ഓക്കെ, കറക്റ്റ് അതിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്ത് നോക്കിയാൽ 46. ദ മോഡൽ കോപ്പറേറ്റീവ് ബിൽ ഓഫ് 1956. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓൺലി 1 and 2 ആർ കറക്റ്റ്. ഒന്നെന്താണ് വാസ് കൺസീവ്ഡ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് S.T. രാജ. അതുപോലെ ഗേവ് എംഫസിസ് ഓൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 47 നോക്കിക്കേ. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1991 ഓർഗനൈസ്ഡ് ദ നീഡ് ഫോർ എൻജോയിൻറ്റിങ് ദി പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അതുപോലെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ദ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1991 മാൻഡേറ്റഡ് കോപ്പറേറ്റീവ്സ് ടു ഹാവ് ഓപ്പൺ ആൻഡ് voluntary membership policies ensuring that anyone who meets basic requirement can join. Option C ആണ്. both statements are true but statement 2 is not the correct explanation എന്നുള്ളതാണ്. 48. The registration of the cooperative society shall stand cancelled and cooperative society shall be deemed to have been dissolved and shall cease to exist as a cooperative body. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റൈറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെൻ സച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിവൈഡ്സ്
itself into 2 or more cooperative societies. അടുത്ത ചോദ്യം 49ാമത്തെ ആസ് പെർ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1984 who has the authority to issue the certificate registration? ഓപ്ഷൻ എ ആണ്, സെൻട്രൽ രജിസ്ട്രാർ ആണ്. 50 ഇൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി അമെൻമെൻറ്റ് ആക്ട് 2023 which section was amended to include administrative audit എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെക്ഷൻ 2 ആണ്. അടുത്ത മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. വർഷവും റിസർവ് ബാങ്ക് നോട്ട്സ് ഇഷ്യൂഡ് എന്ന് തുടങ്ങുന്ന ചോദ്യത്തിൻ്റെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 52 വീണ്ടും മാച്ച് ദ ഫോളോവിങ് ആണ്. സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് തുടങ്ങുന്ന ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം നോക്കി 53 വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബേസിക് സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് ആർ ഡിസൈൻഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് കനോട്ട് ബി ഓപ്പൺഡ് വിത്ത് സീറോ ഓർ മിനിമൽ ബാലൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത് കറൻറ്റ് അക്കൗണ്ട് സേവിങ് അക്കൗണ്ട് കമ്പൈൻ ദി ഫീച്ചർ ഓഫ് കറൻറ്റ് ആൻഡ് സേവിങ് അക്കൗണ്ട്. ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ശരി. 54 വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ബാങ്ക്സ് ലീഡ്സ് ടു ആൻ ഇൻക്രീസിങ് ഇൻ ദ മണി സപ്ലൈ ഇൻ ദി എക്കോണമി. അതുപോലെ റീസൺ തന്നിരിക്കുന്നത് വെൻ ബാങ്ക്സ് പ്രൊവൈഡ്സ് ലോൺസ് ദ മണി ഈസ് ഡെപ്പോസിറ്റഡ് ബാങ്ക് ഇൻ ടു ദി ബാങ്കിങ് സിസ്റ്റം ക്രിയേറ്റഡ് അഡീഷണൽ ഡെപ്പോസിറ്റ്. ഓപ്ഷൻ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്തത് വീണ്ടും മാച്ച് ദ ഫോളോവിങ് ആണ്. യൂണിറ്റ് ബാങ്ക്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ് ആണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് ബാങ്കിങ് എന്താ വരുന്നത്? യൂണിറ്റ് ബാങ്കിങ് എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ഓപ്പറേറ്റ്സ് ഓൺ എ ലോക്കൽ സ്കെയിൽ ബാങ്ക് ലൈക്ക് ദിസ് ആർ യൂഷ്വലി സ്മാൾ ആൻഡ് ഡോണ്ട് ഹാവ് എനി കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ബ്രാഞ്ച് ബാങ്കിങ് എന്താ വരുന്നത്? വൺ ബാങ്ക് റൺസ് സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഓഫീസസ്. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് വരുന്നത് ബാങ്ക്സ് ആക്ട് ആസ് ഏജൻറ്റ്സ് ഫോർ ഈച്ച് അതർ. ചെയിൻ ബാങ്കിങ് എന്താ വരുന്നത്? വൺ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കൺട്രോളിങ് കംപ്ലീറ്റ്ലി ഓർ അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ഓഫ് 2 or more banks. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. 56 വിച്ച് സെക്ഷൻ ഓഫ് RBI ആക്ട് പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ആൻഡ് പ്രിസ്ക്രൈബ്സ് ദ ഫോം ഓഫ് ദി നോട്ട്സ്. ഓപ്ഷൻ എ സെക്ഷൻ 22 and 25 ആണ്. 57ാമത്തെ ചോദ്യം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. ദി പബ്ലിക് കോൺഫിഡൻസ്. ഓപ്ഷൻ ഡി ആണ്. ബോത്ത് റിലേറ്റ്സ് ടു ബാങ്കിങ് പ്രിൻസിപ്പിളാണ് വരുന്നത്. ഓക്കെ, 58 മാച്ച് ദ ഫോളോവിങ് ഫങ്ഷൻസ് ഓഫ് RBI ആണ് ചോദിച്ചിരിക്കുന്നത്. പെർഫോംസ് മെർച്ചൻറ്റ് ബാങ്കിങ് ഫങ്ഷൻ ഫോർ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ബാങ്കർ ടു ഗവൺമെൻറ് ആണ്. അതുപോലെ ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. മെയിൻറ്റെയിൻ പബ്ലിക് കോൺഫിഡൻസ് ഇൻ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി റോളാണ്. മെയിൻറ്റെയിനിങ് പ്രൈസ് സ്റ്റെബിലിറ്റി എന്നുള്ളത് മോണിറ്ററി അതോറിറ്റിയാണ്. ഓപ്ഷൻ എ ആണ് 58 വരുന്നത്. 59 നോക്കിക്കേ, വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓർഗനൈസ്ഡ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഫസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ബൈ മെർജിങ് 3 പ്രസിഡൻഷ്യൽ ബാങ്ക്സ്. ഓപ്ഷൻ ഡി ആണ്. Only statement 2 is correct. The Imperial Bank of India was formed by merging 3 presidential banks എന്നുള്ളതാണ് ശരി. ഓക്കെ, അടുത്തത് 60ാമത്തെ ചോദ്യം. ഹൗ മെനി ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ ദി ഇയർ 1980 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 6 ബാങ്ക്സ്. ഓപ്ഷൻ ഡി ആണ് 6 ബാങ്കുകൾ. അടുത്തത് വീണ്ടും അസെഷനും റീസണുമാണ് തന്നിരിക്കുന്നത്. അസെഷൻ എന്താണ്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് lead bank scheme is to identify unbanked and unbanked regions in the district. Reason, it is important to ensure financial inclusion. Option A ആണ്. Both A and R are true and R is the correct explanation എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, 62 വീണ്ടും ചോദിച്ചിരിക്കുന്നത് മാച്ചാണ്. മാച്ച് ദ ഇക്വിറ്റി പോർഷൻ ഓഫ് RRB ആണ് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ളത് 50%. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളത് 15%. അതുപോലെ സ്പോൺസർ ബാങ്ക് എന്നുള്ളത് 35%. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 63 ഏതാണ്? വാട്ട് വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം
committee I regarding the Narasimhan committee 1 regarding the ratio of SLR and SRR. Option C ആണ് to reduce both so that the improve source base of banks. Okay. 64 name the bank which were merged with Bank of Baroda. Option D ആണ് Vijaya Bank and Dena Bank. 65 name the local area bank the license of which was cancelled by RBI in 2020. Option B. Okay. Subhadra Local Area Bank Limited. Okay. അടുത്തത് 66 which committee recommended the formation of differentiated banks in India. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് നച്ചിക്കേറ്റ് മോർ കമ്മിറ്റി ആണ്. 67ാമത്തെ ചോദ്യം നോക്കൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി DTL means the total liability that must be met either on demand or at the specified time in the future. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2 approved securities means the securities issued by the companies or such other securities as may be specified by the Reserve Bank from time to time എന്നുള്ളതാണ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 1 is correct, 2 is incorrect എന്നുള്ളതാണ്. 68 in addition to the business of banking a banking company may engage certain forms of other business. Identify the permitted business of banking company എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 5 ആണ്. ഓക്കെ. കോൺട്രാക്റ്റിംഗ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോൺസ് ആൻഡ് നെഗോഷിയേറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ദി സെയിം. 2 ക്യാരിയിങ് ഓൺ ആൻഡ് ട്രാൻസാക്റ്റിംഗ് എവറി കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ആൻഡ് ഇൻഡെംനിറ്റി ബിസിനസ്. അതുപോലെ അണ്ടർടേക്കിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് ട്രസ്റ്റ് undertaking the administrative of estates and execute trustee or otherwise. ഓക്കെ. 68 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 69 എന്താണ്? വീണ്ടും അസെഷൻ റീസൺ ആണ് തന്നിരിക്കുന്നത്. എവരി ബാങ്കിങ് കമ്പനി ഷാൾ ബിഫോർ അപ്പോയിൻറ്റിംഗ് റീഅപ്പോയിൻറ്റിംഗ് or removing any auditor or auditors obtain the previous approval of the Reserve Bank. റീസൺ എന്തായിരിക്കുന്നത്? അണ്ടർ സെക്ഷൻ 30 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എവരി ബാങ്കിങ് കമ്പനി ഈസ് റിക്വയർഡ് ടു ഹാവ് ഇറ്റ്സ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ എ പേഴ്സൺ ഡ്യൂലി ക്വാളിഫൈഡ് അണ്ടർ ദി ലോ ടു ആക്ട് ആസ് എ ഓഡിറ്റർ ഓഫ് കമ്പനീസ്. ഓപ്ഷൻ എ ആണ്. എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. 70 നോക്കിക്കേ. വീണ്ടും എന്താണ്? ലിസ്റ്റ് 1 ഉം 2 ഉം തന്നിരിക്കുന്നു. സെക്ഷൻ 70 എന്നുള്ളത് എന്താണ്? റിസർവ് ഫണ്ടാണ്. സെക്ഷൻ 36AE എന്ന് പറയുന്നത് എന്താണ്? പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു അക്വയർ അണ്ടർടേക്കിംഗ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ഇൻ സെർട്ടൻ കേസസ്. സെക്ഷൻ 44A എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്. അതുപോലെ സെക്ഷൻ 22 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലൈസൻസിങ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. ഓപ്ഷൻ ബി ആണ് 70 വരുന്നത്. ഓക്കെ. അടുത്ത് നോക്കിക്കേ. 71 ഡാഷ് ഈസ് ആൻ ഇൻ്റർ ബ്രാഞ്ച് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ദാറ്റ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് ടു ഓപ്പറേറ്റ് ദെയർ അക്കൗണ്ട് ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ. ഓപ്ഷൻ സി ആണ്. സെൻട്രലൈസ്ഡ് ബാങ്കിങ് സൊല്യൂഷൻ ആണ്. 72 ഇൻ ഡാഷ് അപ്രോച്ച് ദ computerized branches of each city connected with a regional processor located at each such city. ഓപ്ഷൻ ഡി ക്ലസ്റ്റർ അപ്രോച്ച് ആണ്. ഓപ്ഷൻ ഡി ആണ് 72 വരുന്നത്. 73 വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഫോർ അഡൽ പെൻഷൻ. അഡൽ പെൻഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 80 to 40 ആണ്. ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നത്. 74 ദ റിവൈസ്ഡ് റേറ്റ് ഓഫ് പ്രീമിയം വിച്ച് വിൽ ബി ഡെബിറ്റഡ് ഫ്രം പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന. ഓപ്ഷൻ എ ആണ്. 436 രൂപ. ഓക്കെ. അടുത്ത് നോക്കിക്കേ. 75 ഇഫ് എ ചെക്ക് ബിയേഴ്സ് ദ ഡേറ്റ് ദാറ്റ് ഈസ് ഏർലിയർ ദാൻ ദി ഡേറ്റ് on which it is presented to the bank is called option B antedated check. 76 the norms for banks aimed at mitigating the risk and strengthening the capital structure is
ഓപ്ഷൻ എ ബേസൽ നോംസ് ആണ്. 77 ഡാഷ് ഈസ് നോൺ ആസ് പേപ്പർലെസ് ബാങ്കിങ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത് EFT ആണല്ലേ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി EFT എന്നുള്ളതാണ് PSC തന്നിരിക്കുന്ന ആൻസർ. നോക്കുക 78 അനദർ നെയിം ഓഫ് ഇലക്ട്രോണിക് മണി ഈസ് ക്യാഷ് മണി. ഓപ്ഷൻ എ ആണ് വരുന്നത്, ഫാൾസ് ആണ്. 79 ഡാഷ് റെഫേഴ്സ് ടു ഡെലിവറി ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ് ടു ദി ഡിസ്വൻറ്റേജ്ഡ് ലോ ഇൻകം സെഗ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. ഓപ്ഷൻ ഡി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. 80ാമത്തെ ചോദ്യം നോക്കിക്കേ. 80ാമത്തെ ചോദ്യം ഡാഷ് ഈസ് നോൺ ആസ് ക്യാൻസലേഷൻ ഓഫ് ചെക്ക്. ഓപ്ഷൻ ബി ആണ് ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ്. ഓപ്പണിംഗ് ഓഫ് ക്രോസിംഗ് ആണ്. നമ്മൾ ക്രോസിംഗ് ആണല്ലോ പറഞ്ഞ്, ഏകദേശം എല്ലാം വരും. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഡിലീറ്റ് ആയി പോവോ എന്നറിയില്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ. 81 ദ റിസൾട്ട് ഓഫ് ഇൻക്രീസ് ഇൻ ക്യാഷ് റിസർവ് റേഷ്യോ ബൈ RBI ഈസ്. ഓപ്ഷൻ സി ഡിക്രീസ് ദി സപ്ലൈ ഓഫ് മണി ഇൻ ദി എക്കോണമി ആണ്. 82 വിച്ച് എമംഗ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് RBI. ഓപ്ഷൻ ബി ഇഷ്യൂവൻസ് ഓഫ് കോയിൻസ് ആണ്. 83 ദ applicability of negotiable instrument act 8081 is option A the whole of India. ഇന്ത്യയിൽ മുഴുനീളമാണ്. ഓക്കെ, അടുത്ത 84 bill of exchange is dealt with in section 5 of negotiable instrument act ആണ്. ഓപ്ഷൻ സി ആണ് 84 വരുന്നത്. 85 which is the instrument that is entitled to period of grace. ഓപ്ഷൻ സി എ ബിൽ ഓർ നോട്ട് പേയബിൾ ആഫ്റ്റർ സൈറ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കിക്കുക. 86 ദ ഇൻ്ററിംഗ് കോമ്പൻസേഷൻ ഷാൾ ബി പെയ്ഡ് വിത്തിൻ 60 days ഫ്രം ഡേറ്റ് ഓഫ് ഓർഡർ ഓർ വിത്തിൻ സച്ച് ഫർദർ പീരിയഡ് നോട്ട് exceeding 30 days as may be directed by the court. ഓപ്ഷൻ ഡി 60 days ആണ് വരുന്നത്. 87 വാട്ട് ഈസ് ദ സ്പോൺസർ ബാങ്ക്സ് ഷെയർ ഇൻ RRB റീജിയണൽ റൂറൽ ബാങ്ക്. ഓപ്ഷൻ ബി 35% ആണ്. 88 നോക്കിക്കേ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓഫേഴ്സ് ക്രെഡിറ്റ് ടു റൂറൽ ഹൗസ് ഹോൾഡ്സ്. ഓപ്ഷൻ സി ആണ്. എന്താണ്, എയും ബിയും വരും. വിത്തൗട്ട് കൊളാറ്ററൽ അറ്റ് എ മോഡറേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും വരും. ഓക്കെ, 89 നോക്കിക്കേ. The microfinance institution which is known as universal bank is option B Bandhan Financial Service Private Limited ആണ് വരുന്നത്. 90ാമത്തെ ചോദ്യം which institution initiated the microfinance movement in India. ഓപ്ഷൻ ഡി നബാർഡ് ആണ് വരുന്നത്. 91ാമത്തെ ചോദ്യം which of the following monitors does not use backlighting. ഓപ്ഷൻ ഡി ആണ് OLED ആണ് വരുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് എന്താണ് IT സൈബറിലുള്ള ചോദ്യങ്ങളാണ്. 91 മുതൽ 92 വിച്ച് ഓഫ് ദി ഫോളോവിങ് മെമ്മറി കോമ്പോണൻറ്റ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി റിയൽ ടൈം ക്ലോക്ക് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓപ്ഷൻ ഡി NVRAM ആണ്. ഓക്കെ, 93ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ കൺസിഡേർഡ് ആസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നത്. ഡിവൈസ് ഡ്രൈവർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കംപ്ലയർ, അസംബ്ലർ എല്ലാം വരും. ഓക്കെ, 94ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എബൌട്ട് പ്രോസസ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3 ആണ്. ക്രിയേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ബോത്ത് യൂസർ ആൻഡ് സിസ്റ്റം പ്രോസസ്. അതുപോലെ പ്രൊവൈഡിംഗ് മെക്കാനിസം ഫോർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ. 95 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് പോളിമോർഫിസം ഇൻ പ്രോഗ്രാമിംഗ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എ ഫങ്ഷൻ അക്സെപ്റ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓർ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. 96 വിച്ച് ഓഫ് ദി ഫോളോവിങ് IP അഡ്രസ് ഈസ് നോട്ട് ഡെസിഗ്നേറ്റഡ് ഫോർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN ആസ് പെർ IETF റെഗുലേഷൻ. ഓപ്ഷൻ ബി ആണ്. 126.0.01 എന്നുള്ളതാണ് ഓപ്ഷൻ ബി. ഓക്കെ, 97 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 2ഉം 4ഉം മാത്രമാണ്. 2 എ സ്വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മൾട്ടിപോർട്ട് ബ്രിഡ്ജ്. 4ാമത്തെ റൂട്ടേഴ്സ് വർക്ക് ഇൻ ലെയർ 3 ഓഫ് ദി TCP ഓർ IP പ്രോട്ടോകോൾ സ്യൂട്ട്. 98ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രോട്ടോകോൾസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് SMTP. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ടാഗ്സ് ഈസ് ഓർ ആർ പ്രസൻറ്റഡ് ഇൻ HTML ആണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാം വരും. ഓക്കെ,
അടുത്ത നോക്കിക്കേ, 100ാമത്തെ അവസാനത്തെ ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ടേംസ് റെഫേഴ്സ് ടു ദി സൈബർ അറ്റാക്ക് വേർ ആൻ അറ്റാക്കർ ട്രൈസ് ടു compromise the security of cryptographic system by analyzing the patterns and frequencies of the encrypted data without the encryption key. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്രിപ്റ്റോ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങളാണ് ഇവിടെ നോക്കിയത്. നമ്മുടെ പ്രൊവിഷണൽ കേരള PSC പുറത്തുവിട്ട പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.